നിമിഷവും പൊട്ടാൻ തയ്യാറായ തിരികൊളുത്തിയ ബോംബ് പോലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ പുകയുകയാണ്. ഇറാന്റെ ഡ്രോൺ അമേരിക്ക വെടിവെച്ച് ഇട്ടതോടെ പുതിയൊരു യുദ്ധമുഖം തുറക്കാനുള്ള എല്ലാ സാധ്യതകളും ഏറുകയാണ്. വെല്ലുവിളികളും ഭീഷണികളും മുറുകുമ്പോൾ മറുവശത്ത് ചർച്ചകളിലൂടെയുള്ള പരിഹാരം തേടി ലോകരാജ്യങ്ങൾ സജീവമായി രംഗത്തുണ്ട്. ഇറാൻ അമേരിക്ക വിഷയത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ലോകരാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന പ്രധാന ഇടപെടലുകൾ എന്തൊക്കെയാണ്? ഇവയാണ് ഇന്നത്തെ ഷെക്കിന ന്യൂസ് 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ ജോയ്സ് മാത്യു, നമ്മളോടൊപ്പം അന്താരാഷ്ട്ര നിരീക്ഷകരായ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസും അതുപോലെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് കള്ളിവേലിലും ചേരുന്നു. നമുക്ക് ആദ്യമേ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സർ, നമുക്ക് ഇറാന്റെ അതുപോലെ അമേരിക്കയുടെയും വിഷയം എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയോടുകൂടി ഏകദേശം ആ ഒരു യുദ്ധത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു സംശയം ജനിപ്പിച്ചുകൊണ്ട് ഇറാന്റെ ഒരു ഡ്രോണ് അമേരിക്ക വെടിവെച്ചിട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. അമേരിക്കയെ നിരീക്ഷിക്കാനും പ്രതിരോധം തീർക്കാനുമാണ് ഡ്രോൺ അയച്ചതെന്ന് ഇറാനും പറയുന്നുണ്ട്. അതുപോലെ തങ്ങൾക്ക് നേരെ വന്ന ഡ്രോൺ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് വെടിവെച്ചിട്ടതെന്ന് അമേരിക്കയും പറയുന്നുണ്ട്. ഈ സംഭവം ഒരു പ്രകോപനമായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? അതോ ഇപ്പോൾ അവര് അവകാശപ്പെടുന്നത് പോലെ തന്നെ രണ്ടുപേരും ഒരു യാദർശികമായിട്ടുണ്ടായ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കും? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ശ്രീ ജോയ്സ്, രണ്ട് പക്ഷവും കടുകിട വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിന് തങ്ങൾ വഴിപ്പെടില്ല എന്ന് ഇറാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലെ തോന്നുകയാണ് ഈ ഡ്രോൺ അയച്ചത്. അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളൊന്നാണ് എബ്രഹാം ലിങ്കൺ, USS എബ്രഹാം ലിങ്കൺ. അതേതാണ്ട് ഇറാനിയൻ തീരത്തിന് 500 നോട്ടിക്കൽ മൈൽസ് അകലെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു വിമാനവാഹിനി കപ്പലിനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ അയച്ചത്. അപ്പൊ ഇറാൻ അയച്ച ഷഹീദ് വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോൺ അത് കപ്പലിനോട് അടുക്കുന്ന സമയത്ത് കപ്പലിൽ നിന്ന് പുറപ്പെട്ട F-35 സ്റ്റെൽത്ത് വിമാനം അത് വെടിവെച്ചിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനർത്ഥം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ദേശീയ സുരക്ഷ പരിരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകും എന്നതിന്റെ സൂചനയാണ് ഇറാൻ കാട്ടുന്നത്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടം. അതാണല്ലോ ഈ ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അമേരിക്കൻ എണ്ണക്കപ്പലുകൾ, അതിനെതിരെ പോലും നിരീക്ഷണവുമായി ഇറാനിയൻ വെസൽസ് എത്തുന്നു. ഗൺബോട്ടുകളുടെ 2 ഇറാനിയൻ ഗൺബോട്ടുകൾ എത്തുകയാണ്. അവർ ആ കപ്പലിനെ വലയം ചെയ്യുകയും ആ കപ്പലിനെ നിർത്തണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ അമേരിക്കൻ പതാക വഹിക്കുന്ന ആ എണ്ണക്കപ്പൽ സ്പീഡ് കൂട്ടി പോകുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ട് ഇറാൻ പൂർണ്ണമായി വഴങ്ങാൻ തയ്യാറാകുന്നില്ല, ഇന്റിമിഡേറ്ററി ടാക്ടിക്സിനോട് വഴങ്ങാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു പ്രതീതി അവിടെ ജനിപ്പിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന സൂചന ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ നൽകുന്നു. അതേസമയം അയത്തുള്ള അലി ഖമേനി കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. അടിക്ക് തിരിച്ചടി ഉണ്ടാവും എന്ന ഈ വൻപൻ റെറ്ററിക്കാണ്. അപ്പൊ സമാധാനത്തിന് ചർച്ച ആവശ്യമെന്ന് പറയുമ്പോൾ ആരാവും മധ്യസ്ഥത വഹിക്കുക? അപ്പോഴാണ് തുർക്കി മുന്നോട്ട് വരുന്നത്. മധ്യസ്ഥത വഹിക്കാൻ തങ്ങൾ തയ്യാറാണ്. സാമാന്യ ശക്തമായ ഒരു ഇസ്ലാമിക രാജ്യമായ തുർക്കി രംഗത്ത് വരുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. അപ്പൊ ആദ്യഘട്ടത്തിൽ തുർക്കിയും അതുപോലെ UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ് എല്ലാ രാജ്യങ്ങളും ചേർന്നുള്ള ഒരു സമാധാന പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. ഈ വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച, തുർക്കിയുടെ ഇസ്താംബുളിൽ വെച്ച് ഒരു സമ്മേളനം നടക്കുകയും അവിടെ ഇറാനിയൻ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികൾ എന്ന് പറയുന്നത് ട്രംപിന്റെ പശ്ചിമേഷ്യയിലെ വിശ്വസ്തനായ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും അമേരിക്കൻ പ്രസിഡന്റ് മരുമകൻ ജാറെഡ് കുഷ്ണറും എല്ലാം ചേർന്ന അമേരിക്കൻ സംഘം. ഇറാനെ പ്രതിനിധീകരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി. അപ്പൊ ഈ ഒരു സംഘം ഇസ്താംബൂളിലെത്തി ചർച്ചകൾ നടക്കും. അവിടെ മറ്റ് രാജ്യങ്ങളുടെ കൂടെ മധ്യസ്ഥ ശ്രമം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈജിപ്തിന്റെയും ഒമാന്റെയും അതുപോലെ തന്നെ ഖത്തറിന്റെയും മധ്യസ്ഥ ശ്രമം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ നിലപാട്, ഏറ്റവും വൈകിയ വാർത്ത അനുസരിച്ച് ഇറാൻ നിലപാട് മാറ്റിയിരിക്കുന്നു. ഒമാനിൽ വെച്ചാണെങ്കിൽ തങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. അപ്പൊ തുർക്കി മാറ്റി ഒരുപക്ഷെ ഒമാനിൽ വെച്ചായിരിക്കാം. ഒമാനിൽ നേരത്തെ ഒരു റൗണ്ട് ചർച്ചകൾ നടന്നതാണ്. ഒമാനിൽ വെച്ച് നേരിട്ട് അമേരിക്കൻ പ്രതിനിധിയും അതായത് സ്റ്റീവ് വിറ്റ്കോഫും അബ്ബാസ് അറാക്ചിയും തമ്മിൽ നേരിട്ട് ഒമാനിൽ വെച്ച് സംസാരിക്കുന്നു. മറ്റ് രാജ്യങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ വേണ്ട എന്ന രീതിയിൽ ഇറാൻ പറയുന്നു. അപ്പൊ അങ്ങനെ സമാധാനം പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. അതേസമയം ചർച്ചകളുടെ ഉള്ളടക്കം എന്ന നിലയിൽ
മിസൈലുകളെ കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുത്. അതുപോലെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലിഷ്യകൾ, ഹൂതികൾ, ഹിസ്ബുള്ള, ഹമാസ് എന്നിവയുടെ സാന്നിധ്യത്തെ കുറിച്ച് ചർച്ചകളിൽ ഉണ്ടാവരുത്. അതേപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം, ഇപ്പൊ ആണവ ചർച്ചയാണല്ലോ നടക്കേണ്ടത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ സമ്പുഷ്ടീകരിച്ചത് തന്നെയാണ്. അത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അത് തങ്ങൾ മാറ്റാൻ താല്പര്യപ്പെടുന്നില്ല. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറച്ചുകൊണ്ടുവരാൻ തയ്യാറാണ് എന്ന മട്ടിൽ ഇറാനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ രീതിയിലുള്ള ബിൽഡപ്പിലൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീലിൽ ഒപ്പിടാൻ തങ്ങൾ തയ്യാറല്ല എന്നുകൂടി ഇറാൻ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തുല്യ സാധ്യത, യുദ്ധത്തിനും സമാധാനത്തിനും തുല്യ സാധ്യത എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോയ്സ്, ശരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, നമുക്ക് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന മീറ്റിംഗ്. പക്ഷെ അതിൽ ഒരു സംശയമുള്ളത്, അമേരിക്ക ഇതിന് എത്രത്തോളം സമ്മതം മൂളും എന്നതാണ്. കാരണം അമേരിക്കയുടെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം തന്നെ ഇറാനെ ആണവ ആയുധങ്ങളോ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണമോ ഇല്ലാത്ത ഒരു രാജ്യമാക്കി മാറ്റുക എന്നത് തന്നെയാണല്ലോ. അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള തീവ്രവാദ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഇറാനാണ്. അപ്പോൾ ഇറാന് അങ്ങനെയുള്ള ഒരു സോഴ്സ് കൂടി ഇല്ലാതാക്കുക എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഒരു ആവശ്യമാണ്. അപ്പോൾ അമേരിക്ക അതിൽ നിലപാടെടുക്കുമെന്നുള്ള കാര്യം ഇനി സംശയമാണ്. ശ്രീ ജോർജ് കള്ളിവേലിൽ, ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു ആണവ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള ഏതെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കുന്നു എന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനുള്ള തുടക്കവും കാര്യങ്ങളും ഒക്കെ ഇറാന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങളെല്ലാം തുടങ്ങി വെച്ചിരുന്നു. അതാണ് കഴിഞ്ഞ യുദ്ധത്തിൽ അമേരിക്ക ബോംബർ വിമാനത്തിൽ വന്ന് തകർത്ത് തിരിച്ചുപോയതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഇസ്രായേലിന്റെ മൊസാദ് ഒരുപാട് തവണ ഈ ആണവ രഹസ്യങ്ങൾ ചോർത്താനും അതുപോലെ തകർക്കാനും ഒക്കെ പലതവണ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു സംവിധാനങ്ങളും ടെക്നോളജിയും ഒക്കെ ഈ ഇറാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാപ്തി ഇറാൻ ആയിട്ടുണ്ട് എങ്കിൽ ശരിക്കും പുറം ലോകം അറിയാതെ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നില്ലേ? അപ്പോൾ ഒരു ആണവ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇറാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഇറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലാനും ചാകാനും മടിയില്ലാത്ത ഒരു നിയമ സംവിധാനമുള്ള ഒരു രാജ്യം തന്നെയാണ്. മറ്റുള്ളവരുടെ ഒരു നാശത്തെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ ഒരു ഭയം ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ലേ? ജോയ്സ് മാത്യു, ആദ്യമേ തന്നെ ഞാൻ ഈ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് യോജിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളും. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് പ്രധാനമായും അത് തന്നെയാണ് ലോകവും അമേരിക്കയും കാണുന്ന ഏറ്റവും വലിയ പ്രദേശം. അമേരിക്കയും ഇസ്രയേലും, ഖത്തറും തുർക്കിയും ഈജിപ്തും ഒമാനും അടക്കമുള്ള ഇപ്പോൾ ഈ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്ന രാജ്യങ്ങളും തീർച്ചയായിട്ടും ഇറാൻ ഒരു ആണവ ഭീഷണി ഉണ്ട്. അതിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ തടയലിനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തുന്നത്. ഇപ്പോൾ ഈ അമേരിക്കയുടെ US-ന്റെ സ്പെഷ്യൽ എൻവോയ് ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായിട്ട് നടത്തിയ ചർച്ചയിലും ഈ വിദേശകാര്യമന്ത്രിനെ ചർച്ചയ്ക്ക് നിയോഗിച്ചതായി അവിടെ നമ്മുടെ ഇറാന്റെ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ അത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞതുപോലെ ഈ ഒരു ചർച്ചകൾ എവിടം വരെ എത്തും എന്നതും കൂടെ, അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഒക്കെ പ്രധാന ലക്ഷ്യം തന്നെ എങ്ങനെയും ഈ ഇറാന്റെ ആണവ പരിപാടികൾ അവസാനിപ്പിക്കുക, അല്ലെ അത് ആണവ നിർവ്യാപനത്തിലേക്ക് കൊണ്ടുപോവുക. അതിനുവേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ആണവ സ്ഥിതിയെ കുറിച്ച് കൂടുതൽ വിവരം കിട്ടിയാൽ ഒരുപക്ഷെ അമേരിക്ക ആക്രമിക്കാനും മടിക്കില്ല. കാരണം അമേരിക്കയുടെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഒരുക്കങ്ങളൊക്കെ അതിലേക്കാണ് വഴിതെളിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പൊ പറയാൻ മേല. കാരണം വളരെ സങ്കീർണമായ ഒരു ചർച്ചകളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഈ ചർച്ചകൾക്ക് വേണ്ടി അമേരിക്കയുടെ സമ്മർദ്ദം വളരെ ശക്തമായിട്ടുണ്ട്. അതാണ് ട്രംപ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ പത്രസമ്മേളനത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിലേക്ക് ഇറാനെ കൂടുതൽ നിർബന്ധിക്കുകയാണ്. ഇറാൻ ഒരു അവസരം നഷ്ടപ്പെടുത്തി. അതേസമയം ഇറാൻ അതേപടി അമേരിക്ക പറയുന്ന പോലെ അപ്പടി അങ്ങ് വിഴുങ്ങാനോ അപ്പടി അങ്ങ് ഒറ്റയടിക്ക് കീഴടങ്ങാനോ ഒന്നും തയ്യാറല്ല. സ്വാഭാവികമായിട്ടും ഇനി അത് എവിടം വരെ ചെന്നുപെടും എന്ന് ഇപ്പൊ പറയാൻ മേല. അപ്പൊ ഇതിന്റെ ഒരു വളരെ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നതാണ് സത്യം.
തീർച്ചയായിട്ടും. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പം മറ്റൊരു വശം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അമേരിക്കയ്ക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരു സഖ്യകക്ഷി എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ അടിക്കുകയാണെങ്കിൽ, തിരിച്ചടിക്കുകയാണെങ്കിൽ ഇറാൻ ആദ്യം ഒരു തിരിച്ചടി കൊടുക്കുന്നത് ചിലപ്പം ഇസ്രായേലിലേക്കായിരിക്കാം. അത് നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നേതാക്കന്മാരെയൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ യുദ്ധത്തിൽ തലപൊക്കാതിരുന്ന ഓരോ തീവ്രവാദ സംഘടനകളും ഇസ്രായേൽ ഇപ്പോഴും അതിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തലപൊക്കാത്ത ഒരു തരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് ഇപ്പോൾ അമേരിക്ക കൊടുക്കുന്ന ഒരു സാവകാശം, ഇപ്പോൾ ഇറാനെതിരെ ഒരു യുദ്ധം തുടങ്ങി വെക്കാൻ അമേരിക്ക എടുക്കുന്ന ഒരു സാവകാശം, അത് മറ്റ് സഖ്യ രാജ്യങ്ങളെ ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കുമോ? അങ്ങനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വേണ്ട തയ്യാറെടുപ്പുകൾ സജ്ജീകരിക്കണം എന്നത് കൃത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്രയേലിന്റെ യുദ്ധം കൂടിയാണ്, ഇത് ഇസ്രയേലിന്റെ ആവശ്യം കൂടിയാണ്. എന്തുകൊണ്ട് ഇറാൻ ആണവ വിമുക്തമാകണം എന്ന് ചോദിച്ചാൽ, ഇസ്രയേലിൽ നിന്നും ഇറാൻ അനുഭവിക്കുന്ന ഭീഷണി, ഒരുപക്ഷെ ആ പ്രദേശത്തെ ആകമാനം ഇറാനിൽ നിന്നുള്ള ഭീഷണി, അത് അവസാനിപ്പിക്കാൻ ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കണം. അതാണ് ഒരു ലക്ഷ്യം. അത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളുടെയും എല്ലാം സംയുക്ത ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം, ഇറാന് ആണവായുധങ്ങൾ വഹിക്കാനുള്ള, പോർമുനകൾ വഹിക്കാനുള്ള സംവിധാനം വേണമല്ലോ. അതാണ് മിസൈലുകൾ. ഇപ്പൊ ആണവായുധങ്ങൾ അല്ലെങ്കിൽ കൺവെൻഷണൽ വെപ്പൺ, അത് വഹിക്കാൻ തക്ക കപ്പാസിറ്റിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ശബ്ദാതിവേഗ മിസൈലുകളും എല്ലാം ഉണ്ട് ഇറാന്. വൻ ശേഖരമാണ്. അതോടൊപ്പം തന്നെ ഡ്രോണുകളുമുണ്ട്. അപ്പൊ ഈ ചർച്ച എന്ന് പറയുമ്പോൾ, ഇറാനുമായി അമേരിക്ക ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആണവ പദ്ധതി നിർത്തിവെക്കണം, ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം എന്നതിലേക്ക് മാത്രം ഒതുങ്ങാനുള്ള താല്പര്യം അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് പറയുന്നത് മിസൈലുകൾ ഉയർത്തുന്ന ത്രെട്ടാണ്. വലിയ ഒരു മിസൈൽ ശേഖരമാണ് ഇറാൻ മലനിരകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ മിസൈൽ ശേഷി കുറച്ചുകൊണ്ടുവരികയും ആ മിസൈലുകൾ വിനാശകരമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ചില ഉറപ്പുകളും ചില നിരായുധീകരണ ഉടമ്പടികളും ഇതിന്റെ ഒരു സമഗ്ര പാക്കേജിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും സാധ്യം ആകണം എങ്കിൽ യഥാർത്ഥത്തിൽ ചുറ്റുപാടുമുള്ള കാര്യം കൂടി റെഡിയാകണം. ഇസ്രയേലിന്റെ ചുറ്റുമുള്ള ത്രെട്ട് എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ത്രെട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ദുർബലരായി എങ്കിലും ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ തന്നെയാണ്. അവരെ സഹായിക്കുന്ന ഇറാനിയൻ പദ്ധതി അത് അവസാനിപ്പിച്ചേ മതിയാകൂ. അതേക്കുറിച്ച് കാറ്റഗോറിക്ക് ഇനി മേലാൽ ഒരു കാരണവശാലും ഹൂതികളെ ഇളക്കി വിട്ടുകൊണ്ട് ചെങ്കടൽ മേഖല പ്രക്ഷുബ്ധമാക്കാനോ ഹമാസിലൂടെ പലസ്തീനിൽ പിടിമുറുക്കാനോ അല്ലാതെ ലെബനനിലെ ഹിസ്ബുള്ളകളിലൂടെ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്തെ ദുർബലപ്പെടുത്താനോ സാധിക്കരുത്. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ പാരഡൈമിന്റെ ഭാഗമാണ്. അപ്പൊ ത്രിതല പദ്ധതിയാണ് ഒരുങ്ങി വരുന്നത്. ഒന്ന്, മിസൈൽ ശേഖരം കുറച്ചുകൊണ്ടുവരിക. രണ്ട്, ആണവ പദ്ധതി, ആണവ സമ്പുഷ്ടീകരണം ഒഴിവാക്കുക അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി കുറയ്ക്കുക. മൂന്ന്, ഈ പ്രോക്സീസിനെ കൺട്രോൾ ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളും സാധ്യമാകണമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ഈ ഭരണകൂടം മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അതായത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ നയിക്കുന്ന, ഇറാന്റെ പരമോധ്യക്ഷൻ ആയത്തുള്ള അലി ഖൊമൈനി നയിക്കുന്ന ഒരു സംവിധാനം മാറിയെങ്കിൽ മാത്രമേ ഈ മൂന്ന് ലക്ഷ്യങ്ങളും നടപ്പാകൂ എന്നാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചിന്ത. അതുകൊണ്ട് ഒരു ആക്രമണത്തിലൂടെ അല്ലാതെ ഒരു ഭരണമാറ്റം സാധ്യമാവില്ല എന്ന നിലയിലാണ് ആഭ്യന്തരമായി ഉണ്ടാകുന്ന ജൈവികമായ പ്രക്ഷോഭങ്ങൾ ഒരുപക്ഷെ ഭരണമാറ്റത്തിൽ കലാശിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു അമേരിക്ക. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് IRGC വളരെ ശക്തമായി തന്നെ ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഈ ഗൺ ബോട്ടുകളൊക്കെ അയച്ച IRGCയുടെയാണ്. അത് മാത്രമല്ല, ഈ ഡ്രോൺ അയക്കുന്നതിന്റെ പിന്നിലും IRGCയുടെ നേരിട്ടുള്ള നിയന്ത്രണവും കൺട്രോളും ഉണ്ട്. അതുകൊണ്ട് IRGCയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം അത് അവസാനിക്കാതെ ഒരു പുതിയ ഭരണകൂടം വരാതെ ഇത് സാധ്യമാവില്ല. അങ്ങനെ വരണമെങ്കിൽ യുദ്ധം മാത്രമാണ് ഏക പോംവഴി. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ ഏത് ഘട്ടം വരെ മുന്നോട്ട് പോകുമെന്ന് കൃത്യമായി പറയാനാവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങളിലും കൃത്യമായ ഉറപ്പ് നൽകാൻ ഇറാന്റെ ഭരണകൂടത്തിന് ഒരുപക്ഷെ കഴിയില്ല. അതിനെതിരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, മൂന്ന് കാര്യങ്ങൾ. ഈ പ്രോക്സികളെ സഹായിക്കുന്നതിനെ കുറിച്ച് അവരൊന്നും തന്നെ മിണ്ടുന്നില്ല. മറ്റു രണ്ട് കാര്യങ്ങൾ, മിസൈൽ പദ്ധതിയെ ഒരു കാരണവശാലും ചർച്ചയുടെ പരിധിയിൽ കൊണ്ടുവരാൻ ആവില്ല എന്നാണ് ഇറാൻ എടുത്ത നിലപാട്. അതുപോലെ സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നതിന് ഞങ്ങൾ അനുകൂലമല്ല. വേണമെങ്കിൽ സമ്പുഷ്ടീകരണത്തെ തോത് മാത്രം കുറച്ചുകൊണ്ടുവന്ന് തങ്ങൾ റെസ്പോൺസിബിൾ ഒരു പവറാണ്,
തങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങളെ അല്ലെങ്കിൽ അതിനെ ഡിറ്ററന്റ് ആയി പരിഗണിക്കുന്നു. തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തങ്ങൾ വീണ്ടും സമ്പുഷ്ടീകരിക്കും. പക്ഷെ അതിന് തോത് കുറച്ചുകൊണ്ടുവരാൻ തങ്ങൾ തയ്യാറാണ്. പരമാവധി ആ ഒരു കാര്യം മാത്രമാണ്. കാരണം ആണവ പദ്ധതിയിൽ നിന്നും ഒരു കാരണവശാലും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നോട്ട് പോകാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നിലപാട്. അങ്ങനെയെങ്കിൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കാനാണ് സാധ്യത. അക്കാര്യത്തിൽ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിലും ധാരണയാണെങ്കിൽ മാത്രമേ സമഗ്രമായ ഒരു ഇറാൻ അമേരിക്ക കരാറിന്റെ സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിലും ഇറാന്റെ ഭാഗത്ത് ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ തുർക്കിയിൽ വെച്ച് നടക്കുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒമാനിൽ വെച്ച് നടക്കുകയോ ചെയ്യുന്ന ഈ സന്ധി സംഭാഷണങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകും. അല്ല എങ്കിൽ യുദ്ധത്തിന്റെ ഒരു ബിൽഡപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കാര്യം കൂടെ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ അറേബ്യൻ രാജ്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അറേബ്യൻ രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയുടെ ബേസ് ഉള്ള മിക്ക രാജ്യങ്ങളിലും തന്നെ അമേരിക്കയുടെ ബേസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഖത്തറിൽ അടിച്ചതുപോലെ തന്നെ ഈ അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം ഒരു അടി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഈ ബേസുകളിലെല്ലാം വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ അറേബ്യൻ രാജ്യങ്ങളെയും ഇസ്രായേലിനെയും അതുപോലെ അമേരിക്ക സ്വന്തം പട്ടാളത്തെയും ഒരേ സമയത്ത് അമേരിക്കയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതും അതുപോലെ ഇറാന് തിരിച്ചടിക്കാനുള്ള ആ ഒരു സാഹചര്യം അത് എത്രത്തോളം ഫലപ്രദമായിട്ട് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്? അതെ, ഇതൊരു ഭഗീരഥ പ്രയത്നമാണ് ശ്രീ ജോയ്സ്. അതായത് അമേരിക്കയുടെ ഏതാണ്ട് 50,000-ഓളം ട്രൂപ്സ് വിവിധ താവളങ്ങളിലായി ഏതാണ്ട് 9-ൽ പരം താവളങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും വലുത് ഖത്തറുള്ള അൽ ഉദൈദ്, നേരത്തെ ആക്രമണ വിധേയമായ അൽ ഉദൈദ് താവളത്തിലാണ്. അതുപോലെ മറ്റു താവളങ്ങളും. ഈ താവളങ്ങളിൽ ഹെവിലി ഫോർട്ടിഫൈഡ് ആണ്. ഇപ്പോൾ ആന്റി ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ഒരു നിര തന്നെ, അതായത് പെട്രിയോട്ട് മിസൈലുകളുടെ വലിയ നിര തന്നെ ഒരുക്കിയിരിക്കുന്നു. കാരണം ഇറാനിൽ നിന്ന് കടന്നു വരുന്നത് വ്യോമസേന വിമാനങ്ങളല്ല, മറിച്ച് ഒരുപക്ഷെ ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും തന്നെയാണ് ഇറാനിൽ നിന്ന് കടന്നു വരുന്നത്. കാരണം പേർഷ്യൻ ഗൾഫ് കടന്നു കഴിഞ്ഞാൽ അക്രോസ് ദ പേർഷ്യൻ ഗൾഫ് ഇൻ ദ സൗത്ത് അത് അറേബ്യൻ പെനിൻസുലയാണ്. അവിടെയാണ് UAE-യും ഖത്തറും ബഹ്റൈനും സൗദി അറേബ്യയും എല്ലാം തന്നെ. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ഈസിലി വിത്തിൻ ഇറാനിയൻ ഹിറ്റിംഗ് റേഞ്ച് ആണ്. ഇത് സംരക്ഷിക്കുക എന്നതാണ് അമേരിക്കയുടെ ആദ്യ ചുമതല. പക്ഷേ എണ്ണപ്പാടങ്ങൾ ആര് സംരക്ഷിക്കും? ഒരുപക്ഷെ അമേരിക്കൻ വ്യോമ താവളങ്ങൾ, നാവിക താവളങ്ങൾ അമേരിക്കയ്ക്ക് സംരക്ഷിക്കാനാവും. പക്ഷെ ഈ രാജ്യങ്ങളുടെ ടെറിട്ടറി മുഴുവൻ ഒരുപക്ഷെ എണ്ണ സംഭരണശാലകൾ, എണ്ണ റിഫൈനിങ് സെന്റേഴ്സ്, അതുപോലെ എണ്ണപ്പാടങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ സുരക്ഷ ആര് വഹിക്കും? അതുകൊണ്ടാണ് ഒരു യുദ്ധം പരമാവധി ഒഴിവാക്കുന്നതിനെ കുറിച്ച് അമേരിക്കയെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയും UAE-യും എല്ലാം. അവർക്കാണ് നഷ്ടപ്പെടാൻ ഏറെയുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഇപ്പോൾ അമേരിക്ക ആഞ്ഞടിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെയാണ്. അറബി ലാൻഡ് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് കർശനമായി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് സൗദി അറേബ്യയും UAE-യുമാണ്. മറ്റു രാജ്യങ്ങളും അത്ര അനുകൂലമല്ല. കാരണം ഭാവിയിൽ ചില ഇസ്ലാമിക രാജ്യങ്ങൾ, അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ മറ്റൊരു ഇസ്ലാമിക രാജ്യത്തെ ആക്രമിക്കുന്നതിന് വിദേശത്തുള്ള ഒരു ശത്രുവിനെ കൂട്ടുനിന്നു എന്ന പഴി കേൾക്കാതിരിക്കാൻ വേണ്ടിയും അതാണ് ഒരു കാര്യം. ജനങ്ങൾ, അവിടുത്തെ തന്നെ ആഭ്യന്തര ജനങ്ങൾ ഒരുപക്ഷെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയില്ല. രാജഭരണമായതുകൊണ്ട് ഒരുപക്ഷെ അടിച്ചമർത്താലാകും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ആത്യന്തികമായി ഇവിടെ ഒരു ത്രെട്ട് ഉണ്ട്. അത് ഇറാനിൽ നിന്നൊരു ത്രെട്ട് ഉണ്ട്. ആ ത്രെട്ട് അവസാനിപ്പിക്കണമെങ്കിൽ ഇറാനിൽ ഒരു ഫ്രണ്ട്ലി ഭരണകൂടം ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ ഈ ദീർഘകാലം ഇറാനിയൻ ജനതയുമായി ഒരു ശത്രുതയിൽ പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കൂടി അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ വൈതരണിയിലാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കച്ചവട താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം. പക്ഷെ ഇസ്രായേൽ ഒരു ത്രെട്ടായി ഇവരാരും തന്നെ കരുതുന്നില്ല. കാരണം ഇവരാരും തന്നെ ഇസ്രായേലിൽ നിന്നൊരു ആക്രമണം പ്രതീക്ഷിക്കുന്നില്ല. അബ്രഹാമിക് കരാറുകളുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഏതാണ്ട് ഒരു ധാരണയിലുണ്ട്, അറബ് രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന ഏതാണ്ട് ഒരു ധാരണയുണ്ട്. അറബി രാജ്യങ്ങളുടെ മേൽ ടെറിട്ടോറിയൽ ക്ലെയിമും ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിക്കുന്നില്ല. ആകെ സിറിയയിലെ ഗോലൻ കുന്നുകൾ പിടിച്ചടക്കി എന്ന് കുടിച്ചാൽ അറബ് മേഖലയിലേക്ക് ഒട്ടും തന്നെ ഇസ്രായേൽ കടന്നു കയറുന്നില്ല. അത് ഇസ്രായേലിന്റെ ആഭ്യന്തരമായ വിഷയം, അത് പലസ്തീനിയൻ വിഷയം മാത്രമാണ് ഇസ്രായേലിന്റെ പ്രധാന പരിഗണന. അങ്ങനെയെങ്കിൽ ഇറാനെ എന്തിന് വെറുതെ വെറുപ്പിക്കണം എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ നടത്തുന്ന പടപ്പുറപ്പാടുകളെ 2 രീതിയിലാണ് അറബി ലോകം നോക്കിക്കാണുന്നത്. അത് തങ്ങളുടെ തന്നെ ദീർഘകാല താല്പര്യത്തിന് അനുകൂലമാകുമോ, അതോ ഒരുപക്ഷെ അത് ബാധ്യതയായി മാറുമോ? തങ്ങളുടെ ജനത്തെ തങ്ങൾ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? ഈ കാര്യത്തിൽ ഒരു ഏകദേശ രൂപമില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ സുരക്ഷിതമായ ശിഷ്ടകാലം
സുരക്ഷിതമായി ആ ഭാഗത്ത് ജീവിക്കാനാവും, അവിടെ എക്സിസ്റ്റ് ചെയ്യാനാവും എന്ന ചിന്ത ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് അറബി ലോകത്തിന്റെ ചിന്തയും ഇസ്രായേലിന്റെ ചിന്തയും ഇക്കാര്യത്തിൽ ഒരേപോലെയാണെന്ന് കരുതാനാവില്ല. ഇസ്രായേലിനെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായ ആക്രമണത്തിലൂടെ ഏറ്റവും അനുകൂലമായ ഈ സാഹചര്യം, അനുകൂലമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു ഇസ്രായേൽ ഇറാനിയൻ പ്രോക്സീസ്, ഹൂതികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ക്ഷയിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ട്, ഇറാൻ തന്നെ വലിയ ദുർബല അവസ്ഥയിലാണ്, ഉപരോധം കൊണ്ട് വല്ലാതെ പുറത്തുമുട്ടുകയാണ്. അത് മാത്രമല്ല, ഇറാന്റെ ജനത ഇറാൻ ഭരണകൂടത്തിനെതിരെ കുറെയെങ്കിലും തിരിയുന്നു, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നു. ഈ അനുകൂല സാഹചര്യം ഇപ്പോൾ ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന ചിന്ത ഇറാനുണ്ട്. അമേരിക്കയുടെ പടപ്പുറപ്പാടും വൻതോതിലുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേലി താല്പര്യങ്ങൾ ഒരു യുദ്ധത്തിലൂടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുക എന്നതും, അതേസമയം അറബി താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഒരു സമാധാന പ്രക്രിയയിലൂടെ തൽക്കാലത്തേക്ക് ഒരു യുദ്ധം ഒഴിവായി തങ്ങളുടെ കൂടെ സുരക്ഷിതത്വം നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് അതീവ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ പ്രദേശം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ജോർജ് കള്ളിവയിൽ, നമുക്കറിയാം ഇന്ത്യ ഏത് യുദ്ധത്തിന്റെ കാര്യം എടുത്താലും ശരി, ലോകത്ത് ഏത് പ്രശ്നം ഉണ്ടായാലും ശരി, ഒരു ചേരിചേരാ നയം സ്വീകരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഒരു പ്രശ്നത്തിനും നമ്മൾ അങ്ങോട്ട് പോകാറുമില്ല. അതുപോലെ ഇപ്പോൾ ഇസ്രായേൽ ഗാസ വിഷയമായാലും ശരി, ഉക്രൈൻ റഷ്യ വിഷയമായാലും ശരി, ഇപ്പോൾ ഇറാന്റെ വിഷയമായാലും ശരി, നമ്മൾ ഒരു പക്ഷത്തും ചേരാതെ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇറാന്റെ ഒരു വിഷയം വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഒരു കരാർ കൂടി വന്ന സ്ഥിതിക്ക് നമുക്ക് ഇറാനുമായിട്ടുള്ള ഒരു ബന്ധം, നമുക്ക് ഇറാനിൽ നിന്ന് എണ്ണ സ്വീകരിക്കുന്ന അവരുടെ ഒരു ചബഹാർ തുറമുഖവുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ അപ്പുറത്ത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കും ഒരു സ്റ്റാൻഡ് എടുക്കുക? നമുക്ക് സമയത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട്, ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങ് സൂചിപ്പിച്ചോളൂ. ഇന്ത്യ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനിക്കുമെന്ന് ഒരുപക്ഷെ അവരും ആലോചിക്കുകയാണ്. രൂപപ്പെട്ടു വരുന്ന സ്ഥിതിവിശേഷം. കാരണം അമേരിക്കയുടെ ചരിത്രം, അമേരിക്ക ഇപ്പൊ തീർച്ചയായിട്ടും ഇറാന്റെ മേൽ വലിയ സമ്മർദ്ദം, അതായത് യുദ്ധഭീഷണിയിലേക്ക് കൊണ്ടുപോകാൻ അവിടെ വലിയ ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു. നമ്മുടെ അറബിക്കടലില് അവരുടെ ഏറ്റവും വലിയ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് ഗൾഫില് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ 1,50,000-ഓളം സൈനികർ അവിടെ ഉള്ളതിന് പുറമെ ഈയിടെ ഒരു 5,700 പേരെയൊക്കെ US ട്രൂപ്പിനെയൊക്കെ പുതുതായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഭീഷണിയിലെ ഒരു തന്ത്രത്തിലൂടെ ഇവരുടെ ടെഹ്റാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ആദ്യം ഇല്ലാതാക്കുക, അതോടൊപ്പം അവരുടെ ശേഷികൾ, അവരുടെ മിസൈൽ അടക്കമുള്ള ശേഷികൾ ഇല്ലാതാക്കുക, അവരുടെ ഭീഷണി ഇല്ലാതാക്കുക. അതിനുവേണ്ടി അത് എങ്ങനെ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് അറബ് രാജ്യങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഇന്ത്യയെ പോലും ഒരു രാജ്യത്തിന് ഇപ്പോൾ ഇതിനകത്തൊരു നിലപാടെടുക്കാൻ കഴിയില്ല. അതൊരു വോട്ടിങ്ങിലേക്ക് പോകുമ്പോഴോ അത് കൃത്യമായൊരു സ്ഥിതിവിശേഷത്തേക്ക് പോകുമ്പോഴേ ഇന്ത്യ അതിലേക്ക് കിടക്കാൻ കഴിയുള്ളൂ. തൽക്കാലം ഇറാനും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഉപരോധം മാത്രമല്ല, അവിടെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ വഴി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ബിസിനസിനെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പ്രക്ഷോഭകരെ ഒതുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് അവിടുത്തെ ജനജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു, അവിടുത്തെ ബിസിനസിനെ ബാധിച്ചു കഴിഞ്ഞു. അപ്പോ ഇത് എത്ര കാലം ഇറാനിയൻ ഭരണകൂടത്തിന് ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ്. അത് നീട്ടിക്കൊണ്ടുപോയി കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്നത് കൂടിയാണ് ഒരു തന്ത്രം. ആ തന്ത്രങ്ങളിലൊക്കെ അമേരിക്ക വിജയിച്ചാൽ ഒരു പക്ഷേ വലിയ തോതിലുള്ള യുദ്ധം ഉണ്ടാകാതെ, എന്നാലും ചെറിയൊരു യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ചെറിയൊരു യുദ്ധം അത് എത്രമാത്രം വഷളാക്കാൻ ഇറാന് കഴിയും. കാരണം ഇറാന്റെ ശേഷി തീരെ ചെറുതല്ല. അത് ഇറാനെ പേടിയുണ്ട്, ആ നിലയിൽ തന്നെ പേടിയുണ്ട്. ഇറാൻ അത്ര നിസ്സാരമായ ഒരു രാജ്യമായി ആരും കാണുന്നില്ല പ്രതിരോധത്തിന്റെ കാര്യത്തിൽ. മിസൈലുകൾ മാത്രമല്ല, അവർക്ക് ആവശ്യത്തിന് അത് അണ്വായുധം രൂപപ്പെട്ടോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ചിലപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ അവർക്ക് പല ശേഷികളും ഉണ്ട്. അതിനാൽ തിരിച്ചടിക്കും. അവര് തിരിച്ചടിച്ചാൽ, അത് നേരത്തെ നമ്മൾ ഖത്തറിൽ അവരെ അടിച്ചത് നമ്മൾ കണ്ടു. അത് എല്ലാ അറബ് രാജ്യങ്ങൾക്കും ആ പേടിയുണ്ട്, ഇസ്രായേൽ മാത്രമല്ല. ചുറ്റുപാടുമുള്ള മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം ആ ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയും UAE-യും അടക്കമുള്ളവരും ഒക്കെ ഇത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കുന്നത്. അപ്പൊ ഇന്ത്യ ഈ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം എല്ലാ വിഷയത്തിലും ഒരു പ്രശ്നമുണ്ട്. യുക്രൈൻ റഷ്യ ആയാലും നമ്മുടെ പശ്ചിമേഷ്യയിലെ പ്രശ്നമായാലും രണ്ടു പക്ഷത്തെയും ഉപേക്ഷിക്കാൻ മേലാത്തൊരു സ്ഥിതിയുണ്ട്. ഇടയ്ക്ക് ഇന്ത്യ ഇവിടെ വോട്ട് ചെയ്യുന്ന കാണാം, ഇടയ്ക്ക് അപ്പുറത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇറാൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ വരും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് ഒരു പക്ഷേ ഈ പെട്ടെന്ന് രൂപപ്പെടുന്ന സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രിയുമായി ആലോചിച്ച് ഈ തീരുമാനമെടുക്കും എന്നാണ് നമുക്ക് കരുതാവുന്നത്. എന്തായാലും ഇറാൻ അമേരിക്ക സംഘർഷം ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്.
സൈനിക ശക്തിയും ഭീഷണികളും വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല എന്ന് ചരിത്രം നമ്മളെ പലവട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് പോയാൽ നഷ്ടപ്പെടുന്നത് സാധാരണ ജനങ്ങളുടെ ജീവനും ഭാവിയും തന്നെയാകും. അതിനാൽ തന്നെ അധികാര പോരാട്ടങ്ങൾക്കപ്പുറം മനുഷ്യ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കി ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണവും സമാധാനവും തെരഞ്ഞെടുക്കുക തന്നെയാണ് വേണ്ടത്. അന്താരാഷ്ട്ര സമൂഹവും ഉത്തരവാദിത്തത്തോടെ ഇടപെട്ട് സംഘർഷം ശമിപ്പിക്കാൻ നീക്കങ്ങൾ നടത്തട്ടെ. ഇന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് നാളെയുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നത്. അത് യുദ്ധത്തിന്റെ ഇരുട്ടിലേക്കാകുമോ വെളിച്ചത്തിലേക്കാകുമോ എന്ന് നേതാക്കളുടെ ഓരോ നീക്കത്തെയും ആശ്രയിച്ച് തന്നെ ഇരിക്കുന്നു. ഏതായാലും യുദ്ധം അത് ഇറാനിലായാലും ഉക്രൈനിലായാലും ഇസ്രായേലിലും ഗാസയിലായാലും ചിലരുടെ താല്പര്യങ്ങൾക്കും മനുഷ്യത്വരഹിതമായിട്ടുള്ള കടുംപിടുത്തത്തിനും ഇരയാകുന്നത് പാവപ്പെട്ട സാധാരണക്കാർ തന്നെയാണ്. എല്ലാത്തിനും ഒരു ശുഭപര്യവസാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കുചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.